Hello friends, welcome to Eng-lane again. Dears, today we are discussing the last part of the script of the speech, The Danger of a Single Story in SSLC English Reader. This is the last part, part 4. We are discussing 11th, 12th and 13th paragraphs. We can see all these things and let us move on. Dears, we have been discussing a speech, haven't we? ഒരു സ്പീച്ചിൻ്റെ സ്ക്രിപ്റ്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലേ? വാട്ട്സ് ഇറ്റ്, എന്താ അതിൻ്റെ പേര് അറിയാലോ, മനസ്സിൽ കൊണ്ടുവരാം. അതിനാണ് ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നത് കേട്ടോ. ഹൂ ഇസ് ദ സ്പീക്കർ? വാട്ട്സ് ഇറ്റ് അബൌട്ട്? വാട്ട് ഹാവ് വി ഡിസ്കസ്ഡ് സോ ഫാർ? ഇതുവരെ നമ്മൾ കുറേ ഭാഗം ചർച്ച ചെയ്തത്. എന്തൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്? എന്നതിനെക്കുറിച്ചാണ് സ്പീച്ച്? നമുക്കെല്ലാം കൂടി വളരെ സമ്മറി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മക്കൾ ശ്രദ്ധിക്കേണ്ടത് ഇതും ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം കൂടി നമ്മൾ എഴുതിയാൽ, ലാസ്റ്റിലെ മെയിൻ ഐഡിയാസും കൂടി എഴുതിയാൽ ആ പാഠത്തിൻ്റെ ഫുള്ള് സമ്മറി ആവും കേട്ടോ. ശ്രദ്ധിക്കണേ. Chimamanda Ngozi Adichie, a Nigerian novelist and non-fiction writer, demonstrates the fact that one's life is a collection of many stories and narratives in an enlightening speech. മനസ്സിലായിട്ടുണ്ടോ? ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഒരുപാട് കഥകളുടെയും ഒരുപാട് നറേറ്റീവിൻ്റെയും എന്താണ് ഒരു ശേഖരമാണ് എന്ന് നമ്മൾ ഓർത്തുകയാണ്. അവരുടെ നമ്മളൊരു ഉത്തേജിപ്പിക്കുന്ന ഒരു സ്പീച്ചിൽ നമുക്ക് ഉത്സാഹം ഉന്മേഷം നൽകുന്ന ആ സ്പീച്ചിൽ അവർ ചെയ്യുന്നത്. She tells the stories that helped her to find her authentic identity. അവരാക്കാൻ വേണ്ടി അവരെ സഹായിച്ച കഥകളെക്കുറിച്ചാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. She wants that the single story creates stereotypes. എൻ്റെ തീം കൂടിയാണത്. നമുക്കറിയാലോ, സിംഗിൾ സ്റ്റോറി സ്റ്റീരിയോടൈപ്പ് ഉണ്ടാക്കും, ഒരു ഉറച്ചൊരു നിയതമായൊരു സാധാരണ ധാരണ ഉണ്ടാക്കിയെടുക്കും, മാറ്റാൻ കഴിയാത്ത. ആൻഡ് ദ പ്രോബ്ലം വിത്ത് സ്റ്റീരിയോടൈപ്പ് ഇസ് നോട്ട് ദാറ്റ് ദേ ആർ ട്രൂ, അൺട്രൂ. അവ തെറ്റാന്നുള്ളത് മാത്രമല്ല, ശരിയല്ല എന്ന് മാത്രമല്ല, ബട്ട് ദാറ്റ് ദേ ആർ ഇൻകംപ്ലീറ്റ്. അത് അപൂർണ്ണമാണുള്ളൊരു പ്രശ്നം കൂടി അതിനുണ്ട്. ദേ മേക്ക് വൺ സ്റ്റോറി ബിക്കം ദി ഓൺലി സ്റ്റോറി. ആ നമ്മളറിയുന്ന ആ ഒരേ ഒരു വശം, അത് മാത്രമാണ് ആ വശം എന്ന് നമുക്ക് എന്ത് ചെയ്യും. അപ്പോൾ അതോടുകൂടി തന്നെ അതിന് കോംപ്രിഹെൻസീവായിട്ടല്ല, ആ സംഗതിയെക്കുറിച്ചോ ആ ഗ്രൂപ്പിനെക്കുറിച്ചോ ഇൻഡിവിജ്വലിനെ കുറിച്ചോ സംഗതിയെക്കുറിച്ചോ ആശയത്തെക്കുറിച്ചോ ഒന്നും നമുക്കൊരു പൂർണ്ണമായൊരു കാഴ്ചപ്പാടുണ്ടാവില്ല. അപ്പോൾ അതാവില്ലല്ലോ, അങ്ങനെ ഒരു സാധനത്തെക്കുറിച്ചൊരു പൂർണ്ണ കാഴ്ചപ്പാടില്ലെങ്കിൽ ആ സംഗതിയായിട്ട് അത് മാറൂല. അവർ തുടങ്ങുന്നത് എങ്ങനെയാണ്? ഷീ ഓപ്പൺസ് എ സ്പീച്ച് ടെല്ലിങ് അബൌട്ട് ദി ബുക്സ് ഷീ റെഡ്. അവർ വായിച്ച പുസ്തകങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. വെൻ ഷീ ടേൺഡ് 8 വയസ്സായപ്പോൾ ഹെർ മിഡിൽ ക്ലാസ് ഫാമിലി ഗോട്ട് എ ന്യൂ ഹൗസ് ബോയ് നെയ്മഡ് ഫിദെ. ആദ്യ ബുക്കിനെ കുറിച്ച് പറഞ്ഞു, അത് നമുക്കറിയാം, അത് സിംഗിൾ സ്റ്റോറി എന്താ നമുക്കറിയാം, അതങ്ങനെ തിരുത്തപ്പെട്ടു എന്നറിയാം. പിന്നെ പറയുന്നത് ഫിദയെക്കുറിച്ചാണ്. ഷീ സെസ് ദ സിംഗിൾ സ്റ്റോറി ഓഫ് ഹിസ് ഫാമിലി. ഫിദൻ്റെ കുടുംബത്തെക്കുറിച്ച് സിംഗിൾ സ്റ്റോറി പറഞ്ഞു. അറ്റ് ദ ഏജ് ഓഫ് 19 ഷീ വെന്റ് ടു യൂണിവേഴ്സിറ്റി ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഹർ അമേരിക്കൻ റൂംമേറ്റ്സ് വർ ഷോക്ക് ടു സീ ഹർ സ്പീക്കിംഗ് ഇംഗ്ലീഷ് വെൽ. ഇതും നമുക്കറിയുന്നതാണ്. പിന്നെ അവർ പറയുന്നത് അമേരിക്കൻ റൂംമേറ്റിനെ കുറിച്ചാണ്, അവരുടെ ആഫ്രിക്കക്കാരെ കുറിച്ചുള്ള സിംഗിൾ സ്റ്റോറിയെക്കുറിച്ചാണ്. Then she says about a roommate single story of ആഫ്രിക്കക്കാരെ കുറിച്ചുള്ള സിംഗിൾ സ്റ്റോറിയെക്കുറിച്ചാണ്. After spending some years in the US, as an African she could understand why the roommate had such views. എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് അമേരിക്കയിൽ നിന്നപ്പോൾ അവർക്ക് എന്ത് ചെയ്ത മനസ്സിലായി. She knew about Africa from popular images. അവരുടെ റൂംമേറ്റ്സ് ആഫ്രിക്കയെക്കുറിച്ച് പഠിച്ചത് എന്തെക്കുറിച്ച് മാത്രമാണ്? She knew about Africa. ആഫ്രിക്കയെക്കുറിച്ച് പഠിച്ചതെന്ന് വേണ്ടി എന്ത് പറഞ്ഞാൽ അവിടെ പ്രചാരത്തിലുള്ള അല്ലെങ്കിൽ അവിടെ അറിയുന്ന ഇതിൽ നിന്നാണ്, ആ ബിംബങ്ങളിൽ നിന്നാണ്. A professor once told her that her novel was not authentically African. എന്താ പ്രൊഫസർ പറഞ്ഞത്? ഇവളുടെ നോവല് ആധികാരികം ആഫ്രിക്കൻ അല്ല എന്ന് പറഞ്ഞത്. കാരണം ബിക്കോസ് her characters were too much like him. പ്രൊഫസറെ പോലെയായിരുന്നു ഇവരുടെ കഥാപാത്രങ്ങളൊക്കെ. ആൻ എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ് മാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിദ്യാഭ്യാസമുള്ള ഒരു മധ്യവർഗത്തിൽപ്പെട്ട ആളായിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ എല്ലാ ക്യാരക്ടേഴ്സും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ ഡിയേഴ്സ്, നൗ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. വെരി ഗുഡ്, റൈറ്റ്. വി ക്യാൻ മൂവ് ഓൺ ടു നെക്സ്റ്റ് പാർട്ട്. വാട്ട് ഡസ് ദ സദിച്ചി ടെൽ അസ്? എന്തായിരിക്കും അവർ പറയാൻ പോകുന്നത്? വാട്ട്സ് എ മെസ്സേജ് ഓഫ് ദിസ് സ്പീച്ച്? എന്താണ് ഈ സ്പീച്ചിൻ്റെ മെസ്സേജ്, എന്താണ് സന്ദേശം, എന്താണ്? ഹൗ ഡസ് ഷീ കൺക്ലൂഡ്? എങ്ങനെയായിരിക്കും അത് കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നത്? നമുക്ക് ലാസ്റ്റ് 3 പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. കൂടെ വായിക്കണേ. When I learned some years ago that writers were expected to have had really unhappy childhoods to be successful, I began to think about how I could invent horrible things my parents had done to me. But the truth is that I had a very happy childhood full of laughter and love in a very close-knit family. But I also had grandfathers who died in refugee camps. My cousin Polly died because he could not get adequate health care. One of my closest friends, Okoloma, died in a plane crash because fire trucks did not have water.
I grew up under repressive military governments that devalued education, so that sometimes my parents were not paid their salaries. All of these stories make me who I am, but to insist on only these negative stories is to flatten my experience and overlook the many other stories that formed me. The single story creates stereotypes, and the problem with stereotypes is not that they are untrue, but that they are incomplete. They make one story become the only story. മക്കൾ വായിച്ചിട്ടുണ്ടാവില്ല, കൂടെ മനസ്സിലായിട്ടുണ്ടാവും, കുറേ കാര്യങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും. നേരത്തെ ചോദിച്ച ഉത്തരങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ചോദ്യം ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടല്ലോ എന്താ മെസ്സേജ്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് പിന്നെ അവർ പറയാൻ പോകുന്നതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. വാട്ട് സിംഗിൾ സ്റ്റോറി ഡിഡ് ആദിത്യ ലേൺ അബൌട്ട് സക്സസ്ഫുൾ റൈറ്റേഴ്സ്? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഒരു റൈറ്റർ വിജയിക്കണമെങ്കിൽ അവരെങ്ങനെയാണെന്നുള്ള സിംഗിൾ സ്റ്റോറി ഉണ്ട്, അതെന്താണ് മനസ്സിലായിട്ടുണ്ടാവും. ചർച്ച വരട്ടാണ്, അത് ബുക്ക് മുമ്പിലുണ്ട്, അത് വെച്ച് നോക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾ സ്വന്തം കണ്ടെത്താനാണ്. ഡു യു തിങ്ക് ഇറ്റ് ഈസ് ട്രൂ? വൈ? ആ സിംഗിൾ സ്റ്റോറി ശരിയാണോ? അത് നിങ്ങളെന്താ ചിന്തിക്കുന്നത്? എന്തുകൊണ്ടാണ് ചിന്തിക്കാൻ കാരണം? ഹൗ വാസ് ആദിത്യസ് ചൈൽഡ്ഹുഡ്? അവരുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു? റൈറ്റ്, ലെറ്റ്സ് നോ മോർ അബൌട്ട് ദ സ്റ്റോറി. ആ ഭാഗം നമുക്കൊന്നും കൂടി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. What are these paragraphs about? ഇതിനെക്കുറിച്ച് പാരഗ്രാഫുകൾ. ഹൗ ഡിഡ് ഷി ഫൈൻഡ് ഹെർ ഒതൻറ്റിക് ഐഡൻറ്റിറ്റി? എങ്ങനെയാണ് അവളുടെ യഥാർത്ഥമായ ഒരു സത്യം അവൾ കണ്ടെത്തിയത്, വ്യക്തിത്വം അവൾ കണ്ടെത്തിയത് എങ്ങനെയാണ്? വാട്ട്സ് ദ പ്രോബ്ലം വിത്ത് സ്റ്റീരിയോടൈപ്സിൻ്റെ പ്രശ്നം എന്താണ്? പ്ലീസ് റീഡ് ദ സ്റ്റോറി അഗൈൻ സൈലൻ്റ്ലി. നോട്ട് ദ ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് ടു. വാക്കുകൾ ശ്രദ്ധിക്കണേ. റൈറ്റ്. Okay, now there are some scaffolding questions. Let us try to answer them. There are only two questions. Yes, very simple questions. In your opinion, what factors cause human inequality? That's the first question. And the ninth question is, what's the problem of a single story according to Adichie? I think you got the meaning of those questions and or what do those questions mean. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുക മനസ്സിലായിട്ടുണ്ടാവും. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? നിങ്ങളുടെ അഭിപ്രായത്തിൽ മനുഷ്യമായ അസമത്വം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഘടകങ്ങൾ എന്തൊക്കെയാണ്? വാട്ട്സ് ദ പ്രോബ്ലം ഓഫ് എ സിംഗിൾ സ്റ്റോറി അക്കോർഡിംഗ്? ആദിച്ചിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് സിംഗിൾ സ്റ്റോറിൻ്റെ പ്രശ്നം എന്താണ്? ഓക്കെ, റൈറ്റ്. ഐ തിങ്ക് യു മൈറ്റ് ഹാവ് written the answers. Let us see some sample answers. First factor is poverty, no doubt. ദാരിദ്ര്യം നമുക്കറിയാലോ, ഇതിനോടുള്ള അതിൻ്റെ ആ കാഴ്ചപ്പാടിൻ്റെ ഘടകം അതാണ്. കസ്റ്റംസ്, ചില ആചാരങ്ങൾ. പോർ എഡ്യൂക്കേഷൻ, നമുക്കറിയാം, കൃത്യമായ വിദ്യാഭ്യാസം കിട്ടായ്മ. ലിമിറ്റഡ് കപ്പാസിറ്റി ഓഫ് ദ ഗവൺമെൻറ്. ലിറ്റിൽ ഓർ നോ ആക്സസ് ടു ലൈവ്ലിഹുഡ് ഓർ ജോബ്സ്, ഒക്കെ നമുക്കറിയുന്നതാണ്. ഞാൻ കുറച്ചെണ്ണം എഴുതിയുള്ളൂ, എനിക്ക് വേറെ എഴുതാൻ കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മൾ ബുക്കുള്ള ചോദ്യമാണ്, ആശയമാണ്, അതുപോലെ തന്നെ ആവണം. The single story creates stereotypes, and the problem with stereotype is not that they are untrue. എന്താണ് അതിൻ്റെ പ്രശ്നം? അത് അൺട്രൂ ആണ് എന്നതാണ്. അല്ലെങ്കിൽ അൺട്രൂ ആണുള്ളത് ഒരു പ്രശ്നമാണ്. അത് മാത്രമല്ല, ഒരു പ്രശ്നം കൂടി ഉണ്ട്. എന്താണ്? അത് ശരിയല്ല എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടി, അതെന്താണ്? ദേ ആർ ഇൻകംപ്ലീറ്റ്, അവ അപൂർണ്ണമാണ് എന്നുള്ളതാണ്. റെഡി അല്ലേ? ഓക്കെ, യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ. എഴുതിയെടുക്കേണ്ടതാണെന്ന് അറിയാലോ. റൈറ്റ്, യെസ്. നൗ ലെറ്റ് us discuss the paragraphs in detail. When I learns before that, let us see the word meanings. ഇത് എഴുതിയെടുക്കണേ. ക്ലോസ് നിറ്റ് എന്ന് പറഞ്ഞാൽ held together as by social or cultural ties എന്നാണ്. എന്നതിൻ്റെ അർത്ഥം what does it mean? That means വളരെ അടുപ്പുള്ള എന്നാണ് ക്ലോസ് നിറ്റ് എന്ന് പറഞ്ഞാൽ. റെഡി അല്ലേ? adequate means sufficient for the purpose. റെഡി അല്ലേ? ആ ഉദ്ദേശിച്ച് പറ്റിയതാകുമ്പോൾ അതിനെ നമ്മൾ adequate എന്ന് പറയാം. repressive, മതിയായ എന്നൊക്കെ മലയാളത്തിൽ പറയാം. repressive means controlling people by force and restricting their freedom. നമുക്കറിയാം, പല രാജ്യങ്ങൾ പട്ടാളത്തെ ഉപയോഗിച്ച്, പോലീസിനെ ഉപയോഗിച്ച്, അതുപോലെ തന്നെ ചില നിയമങ്ങളൊക്കെ ഉപയോഗിച്ച് പൗരന്മാരെ സ്വാതന്ത്ര്യം അടിച്ചമർത്തുന്ന ആ രീതിയിലുള്ള ഒരു രീതിക്കാണ് repressive എന്ന് പറയാം. devalue എന്ന് പറഞ്ഞാൽ to give a lower value, making it seem less important than it really is. ഒരു ഉള്ളവരെ നമ്മളില്ലാതെ ഇകഴ്ത്തി കാണിക്കുന്നതിനാണ് ഡിവാല്യൂ എന്ന് പറയുക. ക്ലിയർ ആണല്ലേ മക്കളെ? ഈസി അല്ലേ? Now let us discuss. When I learned some years ago that writers were expected to have had really unhappy childhoods to be successful. അതവരുടെ ഒരു ധാരണയായിരുന്നു. എന്താ ധാരണ?
ഷീ ലേൺഡ് സം ഇയേഴ്സ് എഗോ, അവർ കുറച്ച് കൊല്ലം മുമ്പ് അവർ മനസ്സിലാക്കി. എന്താ മനസ്സിലാക്കിയത്? ദാറ്റ് റൈറ്റേഴ്സ് were expected to have had really unhappy childhood to be successful. If a writer becomes successful, she must have some unhappy, or she or he must have some unhappy childhood. അതായത് ഒരാൾക്ക് റൈറ്റർ വിജയിച്ച ഒരാളാവണമെങ്കിൽ, അതായത് വിജയിക്കാൻ ഒരു റൈറ്റർ റൈറ്ററായിട്ട് അവർക്ക് വിജയിക്കണമെങ്കിൽ അവരുടെ കുട്ടിക്കാലം വളരെ സങ്കടമുള്ളതാവണം എന്നായിരുന്നു. അങ്ങനെയുള്ള ആളുകൾ റൈറ്റേഴ്സാണ് എന്ത് ചെയ്യുക, വിജയിക്കുക എന്നായിരുന്നു അവർ ചിന്തിച്ചിരുന്നത്, അവർ മനസ്സിലാക്കിയിരുന്നത്. സംഗതി മനസ്സിലായിട്ടുണ്ടാകും തോന്നുന്നു. അതായത് അതൊരു സിംഗിൾ സ്റ്റോറിയാണ്. ഒരു റൈറ്റർ വിജയിച്ച ആളാവണമെങ്കിൽ അന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് അവർക്ക് സന്തോഷകരമല്ലാത്തൊരു കുട്ടിക്കാലം ഉണ്ടാവണമെന്നാണ്. അങ്ങനെയുള്ള റൈറ്റർ മാത്രമേ വിജയിക്കുള്ളൂ എന്നാണ് അന്നത്തെ സിംഗിൾ സ്റ്റോറി. I began to think about how I could invent horrible things my parents had done to me. ഇത് കേട്ട സമയത്ത് ഷീ സ്റ്റാർട്ടഡ്, അത് എന്നോട് തുടങ്ങുന്നത് കേട്ടോ, ഇങ്ങനെ അവൾ മനസ്സിലാക്കിയ സമയത്ത് ഷീ ബിഗാൻ ടു തിങ്ക് അബൌട്ട് ഹൗ ഐ കുഡ് ഇൻവെന്റ് ഹൊറിബിൾ തിങ്സ് മൈ പാരൻസ് ഹാഡ് ഡൺ ടു മീ. ഷീ വാണ്ടഡ് ടു ഗെറ്റ് സം ഹൊറിബിൾ ഇൻസിഡൻസ് ഫ്രം ഹിസ് ചൈൽഡ്ഹുഡ് ഓർ വിച്ച് ഹാപ്പൻഡ് വെൻ ഷീ വാസ് എ ചൈൽഡ്. അവൾ കുട്ടിയായിരുന്ന സമയത്ത് അവരോട് അവരുടെ രക്ഷിതാക്കൾ, ചെറുപ്പത്തിൽ സംഭവിക്കുന്ന രക്ഷിതാക്കൾ ചെയ്തതാണല്ലോ, രക്ഷിതാക്കൾ ചെയ്ത ഭീകരമായ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് കണ്ടെത്താൻ വേണ്ടി അവൾ എന്ത് ചെയ്തു, ചിന്തിച്ചു, അങ്ങനെ കണ്ടെത്താൻ ശ്രമിച്ചു. അല്ലേ, ഐ ബിഗാൻ ടു തിങ്ക്, അവൾ ചിന്തിക്കാൻ ശ്രമിച്ചു. എന്താ ചിന്തിക്കാൻ ശ്രമിച്ചത്? അബൌട്ട് ഹൗ ഐ കുഡ് ഇൻവെന്റ് ഹൊറിബിൾ തിങ്സ് മൈ പാരൻസ് ഹാഡ് ഡൺ ടു മീ. തൻ്റെ പാരൻസ് അവരോട് ചെയ്ത ഭീകരമായ കാര്യങ്ങൾ, പേടിപ്പെടുത്ത കാര്യങ്ങളെ കണ്ടെത്തുക എന്നുണ്ടാണ്. എങ്ങനെയാണ് കഴിയാൻ അവൾ ചിന്തിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല. But the truth is that I had a very happy childhood. Her childhood was very happy. വളരെ സന്തോഷമുള്ള ചൈൽഡ്ഹുഡ് ആയിരുന്നു ആദിച്ചിൻ്റെത്. ഫുൾ ഓഫ് ലാഫ്റ്റർ ആൻഡ് ലവ്. എപ്പോഴും ചിരിയും സന്തോഷവും സ്നേഹമുള്ള ഒരു കുട്ടിക്കാലായിരുന്നു. ഇൻ എ വെരി ക്ലോസ് നിറ്റ് ഫാമിലി, വളരെ അടുപ്പുള്ള എവിടെ ഒരു കുടുംബത്തിൽ. അതുകൊണ്ട് തന്നെ ഒക്കെ അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞു. അപ്പോൾ ആ സിംഗിൾ സ്റ്റോറി തെറ്റാണ്, അതിൽ തന്നെ വന്നു, ക്ലിയർ ആണല്ലോ, അത് ശരിയല്ല എന്നുള്ളത്. ബട്ട് ഓൾസോ ഹാഡ് ഗ്രാൻഡ് ഫാദേഴ്സ് ഹു ഡൈഡ് ഇൻ റെഫ്യൂജി ക്യാമ്പ്സ്. സം ഓഫ് ഹർ ഗ്രാൻഡ് ഫാദേഴ്സ് ഡൈഡ് ഇൻ റെഫ്യൂജി ക്യാമ്പ്സ്. അതിച്ചിയുടെ ചില മുത്തച്ഛന്മാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അഭയാർത്ഥി ക്യാമ്പുകൾ മരിച്ചിട്ടുണ്ട്. മൈ കസിൻ പോളി ഡൈഡ് ബിക്കോസ് ഹി കുഡ് നോട്ട് ഗെറ്റ് അഡിക്വറ്റ് ഹെൽത്ത് കെയർ. അവരുടെ കസിനായ നമ്മുടെ അമ്മേൻ്റെ മക്കൾ നമുക്കറിയുന്നത്, അതൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, മരിച്ചത് എങ്ങനെയാണ്, അവർക്ക് മതിയായ ആരോഗ്യ സംരക്ഷണം കിട്ടാതെയാണ്. വൺ ഓഫ് മൈ ക്ലോസസ്റ്റ് ഫ്രണ്ട്സ് ഒക്ലാമ വാസ് വൺ ഓഫ് ഹർ ഫ്രണ്ട്സ്. അദ്ദേഹം എന്ത് ചെയ്ത് മരിച്ചത് എങ്ങനെയാണ്, ഡൈഡ് ഇൻ എ പ്ലെയിൻ ക്രാഷ് ബിക്കോസ് ഓഫ് ഫയർ ട്രക്ക് ഡിഡ് നോട്ട് ഹാവ് വാട്ടർ. അതായത് അവരുടെ ഫയർ ട്രക്കിൽ ആവശ്യത്തിന് വെള്ളമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അതിലെന്ത് ചെയ്ത, വിമാനാപകടം ഉണ്ടായി, വിമാനം തകർന്നു, അത് അണക്കാനുള്ള വെള്ളം ഉണ്ടായതില്ല. ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് നെഗറ്റീവായ കഥകൾ അവർക്ക് ഓർക്കാനുണ്ട്. ഒക്ലാമൻ്റെ കഥ ഉണ്ട്, പോളിൻ്റെ കഥ ഉണ്ട്, ഗ്രാൻഡ് ഫാദേഴ്സിൻ്റെ കഥ ഉണ്ട്. ഐ ഗ്രീ അപ്പ് അണ്ടർ റെപ്രസീവ് മിലിറ്ററി ഗവൺമെൻറ്റ്സ്. വളർന്നത് എങ്ങനെയാണ് നൈജീരിയയിൽ വളർന്നത്? അടിച്ചമർത്തുന്ന പട്ടാള ഭരണത്തിൻ്റെ കീഴിലാണ് വളർന്നത്. എന്താണ് അവരുടെ സ്വഭാവം? ദാറ്റ് ഡിവാല്യൂഡ് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തെ അവരെന്ത് ചെയ്യുന്നു, വില കുറച്ച് കണ്ടിരുന്നു. വിദ്യാഭ്യാസത്തെ വില കുറച്ച് കാണുക, അതുപോലെ തന്നെ ചരിത്രത്തെ വില കുറച്ച് കാണുക. അതങ്ങനെയൊക്കെ നമുക്ക് എന്താ ചെയ്യുക, അതൊന്നും ഒരു പൗരാവകാശം നിഷേധിക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാര്യമാണ്. അതിനുപയോഗിക്കുന്ന ഭരണാധികാരികൾ പൊതുവിൽ ഉപയോഗിക്കുന്ന സംഗതികൾ നമുക്കറിയുന്നത് അതൊക്കെ. അപ്പോൾ ഇത്തരം ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ആണ് എന്ത് ചെയ്തത്, അവർ വളർന്നത്. അതുകൊണ്ട് തന്നെ സോ ദാറ്റ് സംടൈംസ് മൈ പാരൻസ് വർ നോട്ട് പെയ്ഡ് ദെയർ സാലറീസ്. വിദ്യാഭ്യാസ രംഗത്തായിരുന്നു ഒരു പ്രവർത്തിച്ച്, നമുക്കറിയാലോ അവരുടെ അച്ഛനും അമ്മയും. നമുക്ക് ഓർമ്മയുണ്ട്, ആ പ്രൊഫസർ, വൺ വാസ് എ പ്രൊഫസർ ആൻഡ് ദി അതർ വാസ് എ അഡ്മിനിസ്ട്രേറ്റർ, യു റിമെമ്പർ. So because they devalued education, sometimes they didn't pay her പാരൻസിന് സാലറീസ്, അവർക്ക് എന്ത് കൊടുക്കുമായിരുന്നില്ല, സാലറി കൊടുക്കുമായിരുന്നില്ല. റെഡി അല്ലേ? ഓക്കെ, ക്ലിയർ ആയില്ലേ മക്കളെ? ഇപ്പോൾ ഈ ഭാഗത്ത് വരുന്നതൊക്കെ, ഈ പാരഗ്രാഫിലൊക്കെ കുറച്ച് നെഗറ്റീവ് സ്റ്റോറീസാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ക്ലോസിൻ്റെ നമ്മൾ ചർച്ച വന്നതാണ്. റൈറ്റ്, നൗ ഡിയേഴ്സ്, ലാസ്റ്റ് പാരഗ്രാഫ്, ലെറ്റ് us see the words. ഇൻസിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിർബന്ധം പിടിക്കുക എന്നർത്ഥം. ഒരു കാര്യത്തിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങുന്നതിനാണ്, പെർസിസ്റ്റ് ചെയ്യുന്നതിനാണ് ഇൻസിസ്റ്റ് എന്ന് പറയാം. ഫ്ലാറ്റൻ, മേക്ക് ഫ്ലാറ്റ്, നിരപ്പാക്കുക എന്നർത്ഥം.
ഓവർലുക്ക് എന്ന് പറഞ്ഞാൽ ഫെയിൽ ടു നോട്ടീസ്, ശ്രദ്ധിക്കാതിരിക്കുക എന്നാണ്. സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫിക്സ്ഡ് ഐഡിയ ഓർ ഇമേജ് ദാറ്റ് മെനി പീപ്പിൾ ഹാവ് ഓഫ് പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പേഴ്സൺ ഓർ തിങ് ബട്ട് വിച്ച് ഈസ് ഓഫർ നോട്ട് ട്രൂ. അതറിയാലോ, ചില ആളുകളെക്കുറിച്ചോ അല്ലെങ്കിൽ ആ വ്യക്തികളെക്കുറിച്ചോ സാധനങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ആശയങ്ങളെക്കുറിച്ചോ ഉള്ള ഒരു ഉറച്ച ഒരു രൂപം അല്ലെങ്കിൽ ഒരു ആശയം അല്ലെങ്കിൽ ഒരു ധാരണ, പൊതുധാരണ, അതിനാണ് സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുക. ക്ലിയർ ആണല്ലോ മക്കളെ? നൗ സീ, all of these stories make me who I am. These all stories together made Adichi herself. ആ കഥകളെല്ലാം കൂടിയിട്ടാണ് ആരാക്കി മാറ്റിയതെന്ന് ആദിച്ച് എന്താണോ അങ്ങനെ ആക്കി മാറ്റിയത്. റെഡി അല്ലേ? ബട്ട് ടു ഇൻസിസ്റ്റ് ഓൺ ഓൺലി ദീസ് നെഗറ്റീവ് സ്റ്റോറീസ്, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞൊക്കെ നെഗറ്റീവ് സ്റ്റോറീസ് അറിയാലോ, അതുപോലെ നമ്മളിങ്ങനെ തൂങ്ങിപ്പിടിച്ച് നിന്നിട്ട് നിർബന്ധം പിടിച്ച് നിന്നിട്ട് എന്താ ഉണ്ടാവുക, ഈസ് ടു ഫ്ലാറ്റൻ മൈ എക്സ്പീരിയൻസ്, എൻ്റെ എല്ലാ അനുഭവങ്ങളെയും അതെന്ത് ചെയ്യും, നിരപ്പാക്കും, അത് ഇല്ലാതാക്കുന്ന മാതിരിയാണ് ബാക്കിയുള്ള എല്ലാ അനുഭവങ്ങളെയും. ആൻഡ് ടു ഓവർലുക്ക് ദ മെനി അതർ സ്റ്റോറീസ് ദാറ്റ് ഫോംഡ് മീ, അവളെ രൂപപ്പെടുത്തിയെടുത്ത ഒരുപാട് മറ്റുള്ള കഥകളെ എന്ത് ചെയ്യലായിരിക്കും, അവഗണിക്കലായിരിക്കും. ഫെയിൽ ടു നോട്ടീസ് ആണോ അവർക്ക് അറിയാലോ, ശ്രദ്ധിക്കാതെ പോകലായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ നെഗറ്റീവ് സ്റ്റോറീസ് മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ അനുഭവത്തെ ഇല്ലാതാക്കും. റെഡിയല്ലേ? പരാജയപ്പെടുത്തും. സിംഗിൾ സ്റ്റോറി ക്രിയേറ്റ്സ് സ്റ്റീരിയോ ടൈപ്പ്. സിംഗിൾ സ്റ്റോറി നമ്മൾ കൊണ്ടു നടന്നാൽ സ്റ്റീരിയോ ടൈപ്പിനുണ്ടാക്കും, ഒരു സ്ഥിരമായ ധാരണയായിട്ട് അത് മാറും. ആൻഡ് ദ പ്രോബ്ലം വിത്ത് സ്റ്റീരിയോ ടൈപ്സ് ഈസ് നോട്ട് ദാറ്റ് ദേ ആർ അൺട്രൂ, അവ സത്യമല്ലാതെ മാത്രമല്ല അതിൻ്റെ പ്രശ്നം, പിന്നെന്താ പ്രശ്നം, ബട്ട് ദാറ്റ് ദേ ആർ ഇൻകംപ്ലീറ്റ്, അത് അപൂർണ്ണമാണ്. ദ മേക്ക് വൺ സ്റ്റോറി ബിക്കം ദി ഓൺലി സ്റ്റോറി. ഇതൊക്കെ നമുക്ക് ഇന്ന് ലോകരാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ എവിടെ എടുത്താലും നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഒരുപാട് നമുക്ക് കാണാനും കേൾക്കാനും പറ്റും. നമ്മൾ മീഡിയകൾ എക്സ്പോസ് ചെയ്യുന്ന ചില കഥകൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ചില കഥകൾ, ആസൂത്രമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പല കഥകളും, അത് പല രീതിയിലുള്ള കഥകൾ നമ്മളത് ഉൾക്കൊള്ളുകയും അങ്ങനെ ചില വിഭാഗങ്ങളെക്കുറിച്ചോ ചില ആളുകളെക്കുറിച്ചോ ചില പ്രസ്ഥാനങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ പലതിനെക്കുറിച്ചിട്ടും ചില സംഗതികളെക്കുറിച്ചൊക്കെ നമുക്ക് ഒരു സിംഗിൾ സ്റ്റോറി മാത്രം ഉണ്ടാകുന്നൊരവസ്ഥ ഉണ്ട്. അത് അപകടകരമാണ്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് ഡേഞ്ചറസ് എന്നാണ് നമ്മുടെ ആദിച്ചി സ്പീച്ച് പറയുന്നത്. ക്ലിയർ ആണല്ലോ? കുഴപ്പമില്ലല്ലോ? ഓക്കെ ഡിയേഴ്സ്, നൗ ലെറ്റേഴ്സ് കം ടു ദി മെയിൻ ഐഡിയാസ്. എന്താ ഇത് നമ്മൾ ചർച്ച ചെയ്തത്? ദ സിംഗിൾ സ്റ്റോറി അബൌട്ട് ദ സക്സസ്ഫുൾ റൈറ്റേഴ്സ് വാസ് ദാറ്റ് ദ ഹാഡ് അൺഹാപ്പി ചൈൽഡ്ഹുഡ്. അൺഹാപ്പി ചൈൽഡ് ഉണ്ടെങ്കിലേ റൈറ്റേഴ്സ് സക്സസ്ഫുൾ ആവുള്ളൂ എന്നാണ് സിംഗിൾ സ്റ്റോറി, അറിയാലോ. ബട്ട് ആദിത്യ's childhood was a very happy one, though she remembered some difficulties for some of her friends and relatives. ചില കുടുംബക്കാർക്ക് ചില സുഹൃത്തുക്കൾക്കൊക്കെ ചില പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു, വളരെ കുട്ടിക്കാലം വളരെ സന്തോഷകരമായിരുന്നു. She concludes her speech telling it was not a single story but all the stories made her who she was. അവർ പറയുന്ന ഈ നെഗറ്റീവ് സ്റ്റോറി മാത്രമല്ല എന്നെ എന്ത് ചെയ്താക്കി ഞാനാക്കി മാറ്റി, വേറെയും കുറേ കഥകളാണ് എന്നെ ഞാനാക്കി മാറ്റിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അവസാനിപ്പിക്കുന്നത്. ടു ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു ദ നെഗറ്റീവ് സ്റ്റോറീസ് വുഡ് ഫ്ലാറ്റൻ എക്സ്പീരിയൻസ്. അവരെ അനുഭവത്തെ ഫുള്ള് നിരാകരിക്കലാവും എന്ത് ചെയ്താൽ, ഈ ഒരു നെഗറ്റീവ് സ്റ്റോറീസ് മാത്രം പ്രാധാന്യം കൊടുത്താൽ. ദ സിംഗിൾ സ്റ്റോറി ക്രിയേറ്റ് സ്റ്റീരിയോടൈപ്സ്. ദ പ്രോബ്ലം വിത്ത് സ്റ്റീരിയോടൈപ്പ് ഈസ് നോട്ട് ദാറ്റ് ദേ ആർ അൺട്രൂ. മനസ്സിലായിട്ടുണ്ടാവില്ല, നമ്മൾ ചർച്ച ചെയ്തതാണ്, അതിൻ്റെ മെസ്സേജും കൂടിയാണത്. ദേ മേക്ക് വൺ മൊറോവർ ദാറ്റ് ദേ ആർ ഇൻകംപ്ലീറ്റ്. സ്റ്റീരിയോടൈപ്പ് അൺട്രൂ ആണ് മാത്രമല്ല അത് മിക്കവാറും ഇല്ലാത്തതായിരിക്കും, സത്യമാവില്ല, മാത്രമല്ല അത് എന്തായിരിക്കും, അപൂർണ്ണമായിരിക്കും. ദേ മേക്ക് വൺ സ്റ്റോറി ബിക്കം ദ ഓൺലി സ്റ്റോറി. അതൊറ്റ കഥയാക്കിയിട്ട് മാറ്റും, മറ്റു ധാരണയായിട്ട് മാറ്റും. എഴുതിയെടുക്കേണ്ടതാണ്, വാക്കർത്ഥങ്ങൾ എഴുതിയെടുക്കണം, അതുപോലെ തന്നെ പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയെടുക്കണം, ഇതും എഴുതിയെടുക്കണം കേട്ടോ. നൗ ലെറ്റ് us മൂവ് ഓൺ ടു ദ അസൈൻമെൻറ്റ്സ്. ഫസ്റ്റ് അസൈൻമെൻറ്റ് വാസ് ദിസ് പ്രിപ്പയർ എ സ്പീച്ച് ഓൺ ദ ഒക്കേഷൻ ഓഫ് യൂത്ത് ഡേ ഇൻ യുവർ സ്കൂൾ. സ്പീച്ചൊക്കെ നമുക്ക് അറിയുന്നതാണ്, അതിൽ പിന്നെ റെപ്പിറ്റേഷൻ ഉപയോഗിക്കാം, ഉള്ള കഥകൾ പറയാം. ഐ കോണ്ടാക്റ്റ് വളരെ പ്രധാനമാണ്, ഓഡിയൻസ് നോക്കിയാൽ പറയേണ്ടത്. സ്മൂത്ത് ആവണം, വളരെ കോൺഫിഡൻ്റ് ആണ്, ചാമിങ് ആണ്, കേൾക്കുന്നവർക്കൊരു ബോർ തോന്നരുത്. ശബ്ദം നമുക്കറിയാം, മോഡുലേഷൻ ഓഫ് ദ വോയിസ് അറിയാലോ, ശബ്ദം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യണം. പ്രധാനപ്പെട്ട കാര്യം വെയിറ്റേജ് കൊടുക്കുന്നത് കുറച്ച് ശബ്ദത്തിലാണ് പറയാം. ചോദ്യങ്ങളുണ്ടാവും, ഇൻട്രാക്ട് ചെയ്യണം, ഓഡിയൻസിന് നല്ല ചോദ്യങ്ങളൊക്കെ ഉപയോഗിക്കാം, റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ ഉപയോഗിക്കാം. ബോഡി ലാംഗ്വേജിങ് ജസ്റ്റേഴ്സൊക്കെ ഓക്കെ ആവണം. അതുപോലെ തന്നെ ഇമോഷണലി ചാർജ്ഡ് ആവണം, സല്യൂട്ടേഷൻ ഉണ്ടാവണം തുടക്കത്തിൽ. ഒക്കെ റെഡിയാണല്ലോ, ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ഇത് എഴുതേണ്ടതാണ്, ചെയ്തിട്ടുണ്ടാവും. You can see a sample here. Dear headmaster, teachers and my dear friends, as you know, today 12th January is the National Youth Day. We have the International Youth Day, which is an awareness day designated by the United Nations. Do you know when do we observe it and why?
it is observed on 12th August to attention to a given set of cultural and legal issues surrounding youth. It is meant as an opportunity for governments and others to draw attention to youth issues worldwide. അങ്ങനെ എല്ലാ കാര്യം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് കൊള്ളിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എഴുതിയെടുക്കാം, സാമ്പിളായിട്ട് എഴുതിയെടുക്കാം കേട്ടോ. ചെയ്യല്ലോ, വളരെ ക്ലിയറാണ്, നോക്കി എഴുതിയാൽ മതി, സംശയമൊന്നും ഉണ്ടാവില്ല. സിമ്പിൾ ലാംഗ്വേജ് ആണ്. റെഡി, എല്ലാ കാര്യം അതിലുണ്ട്. ഓക്കെ ആണല്ലോ, ചെയ്യല്ലോ. Now dear, second one is critically analyze the speech of Chimamanda Ngozi Adichie. Chimamanda Ngozi Adichieൻ്റെ ആ സ്പീച്ച് അനലൈസ് ചെയ്തിട്ട് സിംഗിൾ സ്റ്റോറിൻ്റെ ഡേഞ്ചർ ഡിസ്കസ് ചെയ്യാനാണ്, ഒരു റൈറ്റപ്പ് എഴുതാനാണ്. റൈറ്റപ്പ് നമുക്ക് കൊള്ളിക്കേണ്ട അറിയാം, ഫോർമുല ആവണം, പ്രിഷൻ ആൻഡ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. പ്രിഷൻ എന്ന് പറഞ്ഞാൽ ചുരുക്കയിൽ കാര്യം, അതുപോലെ തന്നെ എന്നൊക്കെ പറയുക കറക്റ്റായിട്ട് നമ്മൾ സമർത്ഥിക്കണം. അത് പിന്നെ ഒബ്ജക്റ്റിവിറ്റി ഉണ്ടാവണം, പിന്നെ അത് സ്വന്തം അഭിപ്രായം ഇരിക്കണം എന്നുള്ള സെൻസാണ് അത് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ. പിന്നെ എക്സ്പ്ലിസിറ്റ്, അത് വെരി ക്ലിയർ ആവണം, ആക്യുറസി, കൃത്യത ഉണ്ടാവണം. ഇവിടെയല്ലേ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും, ഇത് എഴുതേണ്ടതാണ്. യു ക്യാൻ സി എ സാമ്പിൾ ഹിയർ. ഹെഡിങ് ഉണ്ട്, നല്ലൊരു തുടക്കമുണ്ട്, അതിന് ലാബറേഷൻ ഉണ്ട്, ഉദാഹരണമൊക്കെ പറഞ്ഞ് സംസാരം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ അവസാനം നന്നായി കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ, റൈറ്റ്. നൗ ഡിയേഴ്സ്, ഇനി നമുക്കതിലുള്ള ലെറ്റസ് റീവിസിറ്റിലുള്ള പിന്നെ ഒന്ന് രണ്ട് പ്രവർത്തനം കൂടി ഉണ്ട്, നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും അത്. അതായത് ഇതിലിപ്പോൾ പറയുന്നത് എന്താ അറിയാം, ഒരു ആദിച്ച് പറയുന്ന സ്പീച്ച് പറയുന്നത് പിന്നെ കുറേ കഥകളെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും, പിന്നെ ഇതിൽ കയറിയാൽ നിങ്ങൾക്ക് അവരുടെ സ്പീച്ച് കേൾക്കാൻ പറ്റും. പിന്നെ അതിൽ ഒരു കഥ പറയുന്നത് ദ സ്റ്റോറി ഓഫ് ഹർ ചൈൽഡ്ഹുഡ് വെൻ ഷി സ്റ്റാർട്ടഡ് റീഡിങ് അറ്റ് ദ ഏജ് ഓഫ് 4 ആൻഡ് റൈറ്റിംഗ് വെൻ ഷി വാസ് 7. ഇതാണ് ആദ്യത്തെ ഒരു കഥ. ബാക്കി കഥകളും കൂടി എഴുതാനാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ എഴുതണം, എഴുതിയെടുക്കേണ്ടതാണ്. ടെക്സ്റ്റിൽ എഴുതിയാലും മതി, റൈറ്റ്. യു ക്യാൻ സി സം ആൻസേഴ്സ് ആർ ഹിയർ, യു ക്യാൻ റൈറ്റ് ഇറ്റ്. നൗ activity 2 is here are some of techniques Adichie uses in her TED നമുക്കറിയാലോ, വെബ്സൈറ്റ് ആണ്, ഒരുപാട് നല്ല സ്പീച്ചുകൾ കിട്ടുന്നതാണ്, നിങ്ങൾക്ക് കയറി കാണാം. പിന്നെ സ്പീച്ചിൽ പിക്ക് ഔട്ട് ദ ഇൻസ്റ്റൻസസ് ഫ്രം എ സ്പീച്ച് ടു ജസ്റ്റിഫൈ ദ ഫോളോയിങ്. ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് കാണിക്കുന്ന ഉദാഹരണങ്ങൾ എഴുതാനാണ്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ചെയ്യേണ്ടതൊക്കെ ഉണ്ടോ ഇല്ലയെന്ന് എഴുതിയാൽ മതി, കുഴപ്പമൊന്നുമില്ലല്ലോ. റെഡിയല്ലേ? ഇപ്പോൾ ഏതൊക്കെ ഉണ്ട് എന്നുള്ളതിലുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇതാണ് അതിൻ്റെ ഉത്തരമായിട്ട് നിങ്ങൾ എഴുതേണ്ടത്, റൈറ്റ്. നൗ ഡിയേഴ്സ്, ഈ കാര്യങ്ങൾ ശ്രമിച്ചു വെക്കുക. പ്രിപ്പയർ റൈറ്റ് അപ്പ് ഓൺ ദ വേരിയസ് എക്സ്പ്രഷൻസ് ആൻഡ് ടെക്നിക്സ് ഷീ യൂസ് ടു മേക്ക് ഹർ സ്പീച്ച് ഇംപ്രസീവ്. After reading the speech of Adichie, you feel proud of her. You write a letter to your friend about what Adichie speaks. Draft the likely letter. അതുപോലെ തന്നെ ഇത് ചോദ്യം ചെയ്തെടുക്കണേ. Write a speech on the need of understanding cultural differences for social and national integration. ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്, അന്നത്തെ കാലത്ത് ഏറ്റവും റെലവൻ്റ് ആയ ഒരു വിഷയമാണത്. അതിനെക്കുറിച്ച് സ്പീച്ച് ഉണ്ടാക്കാനാണ്. ഓക്കെ ഡിയേഴ്സ്, I hope you have learned what we have discussed. Thank you for watching. Meet you again. Till then, goodbye.